കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 498 പ്രകാരമുള്ള ഒരു കേസ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരിക്കലും ഒരു ശാരീരിക പീഡനം നടന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു MLR, അതായത് മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് സാധാരണ ഗതിയിൽ കാണാറില്ല. അങ്ങനെ ഒരു MLR റിപ്പോർട്ട് അതിലില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് നടന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കോടതിയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ വ്യാജ MLR റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കാറുണ്ട്. പക്ഷേ കേസ് തള്ളി പോകും വ്യാജമാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു 498 കേസ് വരുമോ, അത് ഭർത്താക്കന്മാർക്കാണ് അത് ഗുണം ചെയ്യുക. വ്യാജ MLR ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് കുഴപ്പിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഒരു MLR റിപ്പോർട്ട് ഒരു കോടതിയിൽ വന്നാൽ അതിൻ്റെ കോപ്പിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു MLR റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ MLR റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. MLR റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് പ്രീ ആംബിൾ ആണ്, ആമുഖം. ഈ ആമുഖത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഈ കേസ് എന്നാണ് ഒരു മെഡിക്കൽ ലീഗൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഡേറ്റ്, സമയം, പ്ലേസ് ഓഫ് എക്സാമിനേഷൻ, എവിടെ വെച്ചിട്ടാണത് പരിശോധിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് വേണ്ടത് നെയിം ഓഫ് ദ പേഷ്യൻ്റ് ഉണ്ടാകണം. മൂന്നാമതായിട്ട് റെസിഡൻഷ്യൽ അഡ്രസ് ഓഫ് പേഷ്യൻ്റ്. നാലാമതായിട്ട് ഒക്യുപ്പേഷൻ, ജോലി. അഞ്ചാമതായിട്ട് നെയിം ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസ് ഓർ പോലീസ് ഒഫീഷ്യൽ അക്കമ്പനി. ഈ ശാരീരിക പീഡനം നേരിട്ടുള്ള ഈ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വ്യക്തിയാണോ, ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടോ, അല്ലെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരുടെ കൂടിയാണോ വന്നിട്ടുള്ളത്, അവരുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടാകണം. ആറാമതായിട്ട് DDR, അതുപോലെ തന്നെ FIR നമ്പർ ഉണ്ടാകണം. ഇനി ഏഴാമതായിട്ട് ഈ വരുന്ന വ്യക്തിയുടെ ശരീരത്തിലെ ഏതെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാവുന്ന ശരീരത്തിലുള്ള 2 മാർക്കുകൾ, അതായത് എന്താ പറയുക, ഈ നമ്മൾ കാക്കപ്പുള്ളി എന്നൊക്കെ പറഞ്ഞ പോലുള്ള എന്തായാലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ അതിൽ രേഖപ്പെടുത്തണം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബോഡിയാണ്. ഫൈൻഡിങ്സ്, ഒബ്സർവേഷൻ, എന്തൊക്കെയാണ് വൂണ്ടിൽ അല്ലെങ്കിൽ മുറിവിലുള്ള കാര്യങ്ങളാണ് ഈ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ വരിക. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇൻക്ലൂഡ്സ് എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇഞ്ചുറീസ്. ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് വരുന്ന, മുറിവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണം. രണ്ടാമതായിട്ട് എനി അതർ ഫൈൻഡിങ്സ് പ്രസൻറ്റ്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. മൂന്നാമതായിട്ട് എനി ഇൻവെസ്റ്റിഗേഷൻസ്, എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പറയാം. നാലാമതായിട്ട് റെഫറൻസ് ആണ്, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് റെഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് പോസ്റ്റ് ആംബിൾ എന്നുള്ളതാണ്, അവസാനം കൺക്ലൂഷനിലേക്കാണ്. അതിൽ വരുന്നത് നേച്ചർ ഓഫ് ദ ഇഞ്ചുറി, അതായത് ഈ മുറിവിൻ്റെ ഒരു ഏകദേശ സ്വഭാവം, അത് സിമ്പിളാണോ അല്ലെങ്കിൽ ഗ്രീവ്സ് ആണോ എന്നുള്ളതാണ്. ഗ്രീവ്സ്, ഹേർട്ട് എന്നുള്ള വാക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. ഇനി മൂന്നാമതായിട്ട് വെപ്പൺ അല്ലെങ്കിൽ ഫോഴ്സ് യൂസ്ഡ്, വെദർ ബ്ലണ്ട് ഓർ ഷാർപ്പ് ഓർ ഫയർ ആംസ് ഓർ ബേൺസ് എക്സെട്ര. ഈ മുറിവുണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് മുറിവുണ്ടാക്കിയിട്ടുള്ളതിൻ്റെ തള്ളുക, ഉന്തുക, മനസ്സിലായില്ലേ. ഇനി ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൂർച്ചയില്ലാത്തതാണോ, മൂർച്ചയുള്ളതാണോ, പിന്നെ ബേണിംഗ് ആണ്, ബേൺസ്, അതായത് പൊള്ളലാണോ, അല്ലെങ്കിൽ തീ ഉപയോഗിച്ചുകൊണ്ടുള്ള മുറിവുകളാണോ, ഇതൊക്കെ നമ്മളതിൽ റെപ്രസെൻറ്റ് ചെയ്യണം. നാലാമതായിട്ട് ഡ്യൂറേഷൻ ഓഫ് ദ ഇഞ്ചറീസ് ബേസ്ഡ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, അതായത് ഈ മുറിവുമായി ബന്ധപ്പെട്ട ഏകദേശം എത്ര സമയമായിട്ടുണ്ട് എന്നുള്ളത് അതിൽ നോട്ട് ചെയ്യണം. മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകണം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മുറിവ് സംഭവിച്ച വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിൽ പോലും. അഞ്ചാമതായിട്ട് ഓൾ ഇൻവെസ്റ്റിഗേഷൻ ഫോംസ്, നമുക്ക് എന്തൊക്കെയാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് മുഴുവനും അതിൽ മാർക്ക് ചെയ്യണം. ആറാമതായിട്ട് എക്സ്റേ, അതുപോലെ തന്നെ സ്കാനിങ് ഉണ്ടെങ്കിൽ സ്കാനിങ്, ലാബ് റിപ്പോർട്ട്, പിന്നെ OP നമ്പർ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം. പിന്നെ പോലീസിന് നമ്മൾ ഇൻഫോർമേഷൻ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു റിട്ടേൺ അക്നോളജ്മെൻറ്റ് കാർഡ്, ആ കാർഡിൻ്റെ നമ്പർ എത്രയാണ്, DD നമ്പർ എത്രയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്നതിൽ
നമ്മൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഡോക്ടറുടെ സിഗ്നേച്ചർ വേണം, ഡേറ്റ് വേണം. ഇത്രയും ഡീറ്റെയിൽസാണ് സാധാരണ ഒരു DDR എന്ന് പറയുന്നതിൽ ഉണ്ടാവേണ്ടത്. ഇതൊരു ഫിസിക്കൽ അബ്യൂസ് 498 പോലുള്ളൊരു കേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആ കേസിൽ ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് തള്ളിപ്പോവാനുള്ള സാധ്യതയും നിങ്ങൾക്കെതിരെ വ്യാജ 498 കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസ് വരാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ 498 പ്രകാരം ഒരു കേസ് കൊടുത്തതിൽ 98% കേസുകളും തള്ളിപ്പോവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ 98% കേസുകളിലും ഈ കള്ളക്കേസ് കൊടുത്തവർക്ക് എതിരെയായിട്ട് മാനനഷ്ട കേസോ കൗണ്ടർ കേസുകളോ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ആരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തമാശ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ.